ഒരു തബാറക്കയെങ്കിലും ഓതുന്നവര് സ്വഭാവം. കാരണം എപ്പോഴാണ് ഇത് അവസാനിക്കുക എന്നറിയില്ല. എത്രയോ ചുറുചുറുപ്പുള്ള ചെറുപ്പക്കാർ അറ്റാക്കായി തളർന്നു വീണ് മരിക്കുന്ന കാലമാ യുവാക്കളെ. അതേ പ്രകാരം ഒരു അസുഖവുമില്ലാത്ത എത്രയോ ചെറുപ്പക്കാർ തലക്കൊരു വേദനയാണ്, ഡോക്ടർ പരിശോധിച്ച് ട്യൂമറാണെന്ന് എഴുതുന്ന കാലമാ. ഒരസുഖവുമില്ലാത്ത ചുറുചുറുക്കുള്ള യുവതിമാ വയറിനൊരു വേദനയാണെന്ന് പറഞ്ഞ് ചികിത്സ നടത്തി അവസാനം വയറ്റിലെ മുഴയാണെന്ന് പറഞ്ഞ് ജീവിതം മുഴുവനും കരയുന്ന കാലമാ. അതുകൊണ്ട് യുവാക്കളെ, നമ്മളെ സഹായിക്കാൻ അല്ലാഹുവിനെ കഴിയോ, നമ്മളെ രക്ഷപ്പെടുത്താൻ റബ്ബിനെ കഴിയോ. അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമുള്ള കർമ്മങ്ങളിൽ പുറകോട്ട് പോകരുത്. ഏറ്റവും കുറഞ്ഞത് ജീവിതത്തിൽ ഒരു തബാറക്കയെങ്കിലും പതിവാക്കാൻ. യുവാക്കളെ, രക്ഷിതാക്കളെ, ഉമ്മ, ഞാനും നിങ്ങളും സന്നദ്ധരായാൽ തബാറക ഹുവൽ മുൻജിയ, അത് ഖബർ ശിക്ഷയിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ റസൂല് പറയാൻ. ഒരു തബാറക്കയെങ്കിലും ഒരു മനുഷ്യൻ, ഓരോരുത്തരും അവനവന്റെ പോരായ്മയെ കുറിച്ച് ചിന്തിക്കണം. ഒരു തബാറക്കയെങ്കിലും പതിവാക്കിയാൽ ഒരിക്കൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഒരു വഴിയിലൂടെ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു പോരുകയാണ്. പോരുന്ന വഴിയിൽ അവർ വിശ്രമിച്ചു. നബിയും സ്വഹാബത്തും വിശ്രമിക്കുകയാണ്. വിശ്രമിക്കുന്ന സമയത്ത് പാതിരാ സമയമായപ്പോ ഒരു സ്വഹാബി തബാറക സൂറത്ത് ഓതുന്നത് ഇങ്ങനെ കേൾക്കുകയാണ്. ആരാണ് ഓതുന്നത് എന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല. എവിടുന്നോ തബാറക സൂറത്ത് ഓതുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കാൻ. ഈ സ്വഹാബി, ടെന്റ് കെട്ടി വിശ്രമിക്കുന്ന സ്വഹാബി മെല്ലെ എഴുന്നേറ്റ് 4 ഭാഗവും നോക്കി. എവിടുന്നാണ്, ആരാണ് ഈ തബാറക സൂറത്ത് ഓതുന്നത്? ആരെയും കാണുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് മനസ്സിലായി, അദ്ദേഹം കിടക്കാൻ വേണ്ടി വിരിച്ച ഈ വിരിയുടെ അടിയിൽ നിന്നാണ് ഖുർആൻ കേൾക്കുന്നത്, തബാറക സൂറത്ത് കേൾക്കുന്നത്. നോക്കുമ്പോ അയാള് കിടക്കുന്നത് ഖബറിന്റെ മുകളിലാണ്. അയാളത് അറിഞ്ഞിട്ടില്ല. മണ്ണൊക്കെ പോയതിന്റെ കാരണത്താൽ അതിന് ഭൂമിയാണെന്ന് കരുതി മുണ്ടി വിരിച്ച് അവിടെ കിടന്നതാണ് അദ്ദേഹം. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് തബാറക കേൾക്കുന്നത്. ഈ മനുഷ്യൻ ഉടൻ എഴുന്നേറ്റ് തന്റെ വിരിയെല്ലാം എടുത്ത് നേരെ ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ലോകത്തിന്റെ നേതാവിനോട് പറഞ്ഞു, നബിയേ, ഞാൻ വിശ്രമിക്കാൻ ടെന്റ് കെട്ടിയതൊരു ഖബറിന്റെ മുകളിലാണ്. അത് ഖബറാണെന്ന് ഞാൻ അറിയാതെ വിചരിച്ചതാ. പക്ഷേ വിഷയം അതല്ല. ഞാൻ പാതിരാത്രി ഖബറിന്റെ ഉള്ളിൽ നിന്ന് തബാറക ഓതുന്നത് കേട്ടു നബിയേ. എന്റെ സഹോദരികളെ, ഉമ്മമാരെ, കേട്ടോളൂ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അതെ, തബാറക ഹുവൽ മുൻജിയ, ഖബർ സന്തോഷമാക്കുന്ന സൂറത്താ, ഖബറിൽ സമാധാനം നൽകുന്ന സൂറത്താ. സ്വന്തം വീടിനേക്കാളും രസമുള്ള വീട് ഖബറാക്കാൻ തബാറക പതിവാക്കിക്കോ. ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് മുൻഗാമികളായ മഹാന്മാർ, എൻ്റെ സഹോദരികളെ, നിങ്ങളുടെ നേതാവ് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ സ്വന്തമായി ഖബർ കുഴിച്ചിട്ട് ആയിരക്കണക്കിന് ഖത്തമോദി തീർത്ത മഹിളയാ. അറിയണം, ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയുന്നത്, തിരക്കിനിടയിൽ നമുക്ക് വരാനുള്ള ലോകം മറക്കാതെ ജീവിക്കുക.
നമ്മുടെ തലമുറയെ നന്മയുള്ള ദിശയിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ മറക്കരുത്. സൗകര്യങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കും, എല്ലാ രസങ്ങളും അവസാനിക്കും, നമ്മളെ പേരെല്ലാം മാറും, സ്ഥാനം പോകും, എല്ലാം അവസാനിച്ച് മയ്യത്തെന്ന് പറയുന്ന പേരായി മാറും. ഞാൻ തമാശ പറയാറുണ്ട്, പണ്ട് കോഴിക്കുഞ്ഞുങ്ങൾ, ഈ ചെറിയ കോഴിക്കുഞ്ഞുങ്ങൾ തള്ളക്കോയിനോട് പോയി പരാതി പറഞ്ഞാലോ, തള്ളക്കോയിനോട് പരാതി പറഞ്ഞ എന്താ അറിയോ? ഉമ്മ, നിങ്ങളെ പ്രസവത്തിൽ എത്ര മക്കളാ? ഞങ്ങളിതാ 10-11 മക്കള്. അതുകൊണ്ട് എന്തേ മക്കളെ, നമ്മൾ വലിയ ബാക്കിയുള്ളവരാണ്. മനുഷ്യന്മാരൊരു പ്രസവത്തിൽ എത്ര മക്കളാ ഉണ്ടാകുക? 1, ഏറി വന്ന 2, വളരെ അപൂർവമായിട്ട് 3 ഉണ്ടാവും. ഇത്രേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എന്താ പ്രശ്നം? കോഴിക്കുട്ടികൾ പറഞ്ഞു, മനുഷ്യന്മാർക്ക് ആകെ 2 കുട്ടികളാണെങ്കിലും അച്ഛക്ക് എന്തൊക്കെയാണ് പേര്? മുഹമ്മദ്, അബൂബക്കർ, ഉസ്മാൻ, അല്ലേ? പല പഴയ കാലത്ത് പല വേറെ പേര് പോയി ഞാൻ ഇതിലേക്കൊന്നും കടക്കുന്നില്ല, സമയമില്ല. ഇപ്പത്തെ പേര് പല കോലത്തിലുമാണ്. ചെമ്പെടുത്ത് മേലക്കാണ് ഇട്ടല്ല, കീപ്പിട്ട് പോണ പടപട പടപട എന്നുള്ള ഒച്ച കേട്ടാൽ മുഹമ്മദ് പടപടപട എന്നാണ് അത് ഇപ്പത്തെ പേര്. ഇപ്പത്തെ പേര് അങ്ങനെയാണ്. പേരെന്താന്ന് ഇടണോനക്കും അറിയില്ല, കേൾക്കണോനക്കും അറിയില്ല. പേര് ഗൾഫിൽ നിങ്ങളുടെ വാപ്പ വിടല, എന്നിട്ട് താത്ത അത് എഴുതിയിട്ട് മൂലയിൽ കൊടുത്തേക്കല. എന്താ മൂലയിൽ കൊടുത്തേക്ക? ഉസ്താദെ, ഈ പേരിന്റെ അർത്ഥം എന്താകുന്നു? മൂല്യര് കണ്ടുപിടിച്ചത് ആരോ, അർത്ഥം കണ്ടുപിടിക്കേണ്ടത് മൂല്യര്. എന്റെ അഭിപ്രായം തിരിച്ചതേപോലെ കടലാസ് തിരിച്ചു കൊടുത്തേക്കുന്ന അഭിപ്രായമാണ്. അടിയിൽ എഴുതണം, ആരാണോ ഈ പേര് കണ്ടുപിടിച്ചത് അവനോട് അർത്ഥവും ചോദിക്കുക. അല്ലാതെ ആ പേര് കണ്ടുപിടിക്കാൻ ഒരാളും അർത്ഥം പറയാൻ വേറൊരാളെന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണോ? എന്നിട്ട് മൂല്യര് അടങ്ങാറാക. ഏത് ഡിക്ഷണറി അറബ് എടുത്ത് നോക്കേണ്ടത്? അറബിയാണോ, ഇംഗ്ലീഷാണോ, ഉറുദു ആണോ, മറാഠിയാണോ, പൊറാഠിയാണോ, ഏത് ഭാഷ എടുത്തു നോക്കേണ്ടത് ഒരു പുറത്തുമില്ല. അവസാനം മൂല്യര് ഇങ്ങനെ അടങ്ങാറാകുക. അപ്പൊ നമ്മളിങ്ങനെ പറയണം, എന്താ മൂല്യം അവർക്ക് ഇത് അർത്ഥമൊന്നും അറിയില്ലേ? ഇജ്ജ് പറഞ്ഞോക്കുമ്പോ അർത്ഥം പറയാനുള്ള ആളാ മൂല്യര്. ഞാൻ പറഞ്ഞു വരുന്ന ഏതായാലും അങ്ങനെ കോഴിക്കുട്ടികൾ പരാതി പറഞ്ഞത് എല്ലാവർക്കും ഓരോരോ പേര്. ഞമ്മക്ക് കുറേ മക്കളുണ്ടായിട്ടും ആകെ കോഴിക്കുട്ടി. ഒന്ന് പേരൊക്കെ ഒന്ന് മാറ്റൊന്ന് ഉഷാറാക്കിയിട്ട് നല്ലൊരു പേരൊക്കെ ഒന്നാണ്ട് ഇട്ടൂടെ നമ്മക്ക്? അപ്പൊ കോഴി പറഞ്ഞല്ലോ, മനുഷ്യന്മാരെ കോഴിക്കുട്ടി മക്കളെ, മനുഷ്യന്മാര് ബുദ്ധിയില്ലാത്തോല. അതെന്താന്ന് വെച്ചാലോ, മനുഷ്യന്മാര് പേരങ്ങനെ ഇടും. എന്താണ്? പല പേരിടും. അത് ഏത് പേരങ്ങള്? ജീവൻ പോണത് വരെ. ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ പോലെ പേരാണ് മാറ്റി ആൾക്കാരും വന്നുകൊണ്ട് മുഹമ്മദ് ഇസ്കബാൽ നാരാക്കും എപ്പോഴാ കൊണ്ടുപോകുന്നത് ആരും ചോദിക്കോ? ഇല്ല. മുഹമ്മദ് ആയിഷാനെ എപ്പോഴാ കൊണ്ടുപോകണതല്ല, ആയിഷാൻ എപ്പോഴാ കൊണ്ടുപോകണം ചോദിക്കുവോ? ഇല്ല. പിന്നെ എന്താ ചോദിക്കുക? എപ്പോഴാ മയ്യത്തെടുക്കുക? ജീവൻ പോയാ അവന്റെ പേര് പോയി. ജീവൻ പോണത് വരെ ഉള്ളു മക്കളെ ഓൽക്ക് പേര്. ഞമ്മക്ക് അങ്ങനല്ല, ഞമ്മക്ക് ജീവൻ പോകോളം പേരുണ്ടാവൂല. ജീവനാണ്ട് പോയാ പിന്നെ അൽഫാം, ഷവായ, തന്തൂരി, ചില്ലി, എന്തൊക്കെ പേരാ പിന്നെ ഞമ്മക്ക് അറിയാം. അപ്പൊ ഞമ്മളല്ലേ ലോകത്തെ ഉന്നതന്മാർ എന്ന് കോഴി തമാശ പറഞ്ഞു എന്ന് എവിടെയോ ഞാൻ വായിച്ചത് ഓർക്കുകയാണ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് ഉമ്മമാരെ, ഈ ഭൂമി ലോകത്തെ മുൻഗാമികളായ മഹാന്മാർ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, സ്ത്രീകളുടെ നായികയിലെ മഹദിയായ നഫീസത്ത് ബീവി, അല്ലാഹുവിനിക്ക് നിസ്കരിച്ച് അവസാനം സ്വന്തമായി ഖബർ കുഴിച്ച് വെച്ചിട്ട് ആയിരക്കണക്കിന് ഖുർആൻ ഖത്തം തീർത്ത മഹിളയാ. അവസാനം നഫീസത്ത് ബീവി ലോകത്തോട് വിട പറയാൻ കിടക്കുമ്പോ, നഫീസത്ത് ബീവിക്ക് രോഗമാണ്, ലോകത്തോട് വിട പറയാൻ കിടക്കുകയാണ്. ആ സമയത്ത് തൻ്റെ ഡോക്ടർമാര് വന്നിട്ട് പറഞ്ഞു, നഫീസത്ത് ബീവി, അങ്ങക്ക് ലോകം കലശല,
അങ്ങ് നോമ്പുകാരിയാണ്, അങ്ങ് നോമ്പ് മുറിക്കണം കേട്ടോ. മഹദി പറഞ്ഞു, ഞാൻ നോമ്പ് മുറിക്കൂല, എൻ്റെ റബ്ബിനിക്ക് നോമ്പ് നോറ്റവളാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എൻ്റെ നോമ്പ് മുറിക്കുകയില്ല. അവസാനം മഹദിയായ നഫീസത്ത് ബീവിയുടെ ഭർത്താവ് ഇസ്ഹാഖുൽ മൂത്തമിൻ റളിയല്ലാഹു അൻഹു മദീനത്ത് പോയതാണ്, റസൂലുള്ളാഹിനെ സിയാറത്ത് ചെയ്യാൻ പോയതാണ്. ഉടൻ വിവരമറിയിച്ചു, ഇസ്ഹാഖുൽ മൂത്തമിൻ എന്നവരെ വേഗം നിങ്ങൾ തിരിച്ചെത്തണം, നഫീസക്ക് സക്കറാത്താ. ഡോക്ടർമാരെ പറഞ്ഞിട്ട് പോലും നോമ്പ് മുറിക്കുന്നില്ല. ഉടൻ ഇസ്ഹാഖുൽ മൂത്തമിൻ എന്ന ഭർത്താവ് തിരിച്ചു വന്നിട്ട് രോഗിയായി കിടക്കുന്ന നഫീസത്ത് ബീവിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, നഫീസ നോമ്പ് മുറിക്കണം, രോഗം കൂടി വരികയാ. ആ സമയത്ത് നഫീസത്ത് ബീവി തൻ്റെ ഭർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് ആ മുഖത്തിനോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞു, ഭർത്താവേ, ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞത് മുഴുവനും സ്വീകരിച്ചവളാണ് ഞാൻ. പക്ഷേ എത്രയോ 30ഓളം വർഷമായി ഞാൻ എൻ്റെ നിസ്കാരത്തിന് ശേഷം ദുആ ചെയ്യാറുള്ള ഒരു പ്രാർത്ഥന, ഖാലിഖായ റബ്ബേ, ഞാൻ മരിക്കുമ്പോ എന്നെ നോമ്പുകാരിയാക്കണേ റബ്ബേ. എന്നിട്ട് ഞാൻ നാളെ മഹ്ശറയിൽ വരുമ്പോ നോമ്പുകാരിയായി എൻ്റെ റബ്ബിനെ കാണാൻ എനിക്കാഗ്രഹമുണ്ടെന്ന് 30 വർഷമായി ഞാൻ ദുആ ചെയ്യാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് നോമ്പുകാരിയായി എൻ്റെ റബ്ബിനെ കാണാൻ നിങ്ങൾ എന്നെ അനുവദിക്കുകയില്ലേ എന്ന് ചോദിച്ച് കണ്ണീര് വാർത്ത് നോമ്പുകാരിയായി ലോകത്തോട് വിട പറഞ്ഞ നഫീസത്ത് ബീവി റളിയല്ലാഹു അൻഹാ, മഹദിയെ കാണണ്ടേ ഉമ്മമാരെ, എനിക്കും നിങ്ങൾക്കും. അതുകൊണ്ട് ഞാൻ പറയട്ടെ, അല്ലാഹുവിൻ്റെ കലാമാകുന്ന ഖുർആൻ ഓതാൻ, ഇടക്കിടക്ക് ഖുർആൻ പാരായണം ചെയ്യാൻ, യജമാനനായ അല്ലാഹുവിൻ്റെ പൊരുത്തം നേടി ജീവിക്കാൻ ഞാനും നിങ്ങളും പ്രതിജ്ഞാബദ്ധരാവുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ.